ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ബെസ്റ്റ് ട്രിക്ക് നമ്മൾ എന്ത് ചെയ്യുക റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ ഓപ്പോ A5 നമുക്ക് വന്നിട്ട് ഇപ്പോൾ ഡിസ്പ്ലേ മാറാൻ വന്നതാണ്. പക്ഷേ കസ്റ്റമർ എന്നറിയില്ല, ലോക്ക് അറിയില്ല. ഇപ്പോൾ ലോക്ക് ബൈപ്പാസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ടെക്നീഷ്യൻ ആയിരുന്നാലും ഇതിന് എന്ത് ആണ് ഒരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISP പിന്നോട്ട് അടിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ എന്താ പറഞ്ഞാൽ കൊൽക്കോമ വരുന്ന ഇതില് കൊൽക്കോമ വന്നിട്ട് 665 എന്നുള്ള ചിപ്പ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ISP പിന്നോട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. EDL പോയിന്റ് ഇതിൽ ലഭ്യമല്ല. ISP പിന്നോട്ട് ചെയ്യാൻ പറ്റും, EDL പോയിന്റ് ലഭ്യമല്ല. അപ്പൊ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഇതിന്റെ FRP ബൈപ്പാസും അൺലോക്കിങ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഫോൺ വന്നിട്ട് റിക്കവറി മോഡിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടത്തിൽ പോയിട്ട് ഇതിൽ നമ്മളിപ്പോൾ സാംസങ്ങിലൊക്കെ പറയുന്ന പോലെ ഡൗൺലോഡ് മോഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലുള്ളവർക്കും ഈ ഒരു ട്രിക്ക് അറിയാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ വെർഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ വെർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ടൈംസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു ഡൗൺലോഡ് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ വരും. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഫോണിൽ സ്ക്രീൻ ഒന്ന് ഓഫ് ആവും. നമുക്കിവിടെ സിസ്റ്റത്തിൽ സ്ക്രീനിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളെ കൊൽക്കോമിൻ്റെ ലോഡർ എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫാക്ടറി റീസെറ്റ് കൊടുക്കുക. ഒരുപാട് പേര് ISP പിന്നോട്ടൊക്കെ അടിച്ച് ഒരുപാട് റിസ്ക് എടുത്ത് ഡെഡ് റിസ്ക് ഒക്കെ എടുത്ത് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ ചെറിയൊരു ട്രിക്കിൽ കൂടെ നമ്മൾ സിമ്പിളായിട്ട് വേറെ ഡെഡ് ചാൻസോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം. ഇപ്പോൾ FRP സക്സസ് ആണ്, യൂസ്ഡ് ഐറ്റം സക്സസ് ആണ്. അതായത് അൺലോക്കിങ് ചെയ്തു, നമ്മൾ FRPയും കഴിഞ്ഞു. അപ്പം സ്ക്രീൻ ഒന്ന് നോക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ നമ്മളെ മൊബൈലിൻ്റെ സ്ക്രീനിൽ തന്നെ ഫോർമാറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വരണം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വൈപ്പിംഗ് ഡാറ്റ നടക്കുന്നുണ്ട്. മസ്റ്റായിട്ടും കേബിൾ കണക്റ്റ് ആയിരിക്കണം ഈ ഡൗൺലോഡ് മോഡ് ഓപ്ഷൻ എനേബിൾ ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പലതരം സോഫ്റ്റ്വെയർ ട്രിക്കായിരുന്നാലും ഹാർഡ്വെയർ ട്രിക്കായിരുന്നാലും ഉറപ്പായിട്ടും നമ്മളെ കയ്യിലെത്തിയത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സോ ആർക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് നമ്മുടെ അടുത്ത് കൊല്ലം ഓഫീസിലേക്ക് കടന്നു വരാം. നിങ്ങൾ വന്നിട്ട് എങ്ങനെ ചെയ്യാം, ഇപ്പൊ നിങ്ങളൊരു ഡിസ്പ്ലേ മാറുന്ന ഒരു ടെക്നീഷ്യൻ ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറാൻ ഇതുപോലെ അൺലോക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ട്രിക്സുകളൊന്നും അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഫ്യൂജ് എമൗണ്ട് നിങ്ങൾ അൺലോക്ക് ചെയ്യുന്ന ടീമിന് തന്നെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സിൽ എന്ത് ചെയ്യും, കുറവുണ്ടാവും. നമ്മളിത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലത്തെ 100 പരം ട്രിക്സുകൾ ഉറപ്പായിട്ടും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, എല്ലാം ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.